ഹലാൽ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിവാദം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സമീപകാലത്തായിട്ട് വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഹലാലിനെ കുറിച്ചുള്ളത്. ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൽ വിപണിയിൽ എത്തുന്നു. അപ്പൊ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മതപരമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ് എന്ന് ഒരു വിഭാഗം പ്രചരിപ്പിക്കും. ജനങ്ങളുടെ മതപരമായ വികാരത്തെ വ്യാവസായികമായി വ്യാപാര കാര്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഹലാൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹലാലിനെതിരായിട്ട് വ്യാപകമായ തോതിലുള്ള എതിർപ്പും വന്നിരുന്നു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സംഘടനകളും ഒക്കെ തന്നെ ഹലാലിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഹലാലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സംഭവം വന്നിരിക്കുകയാണ്, മൽഹാർ എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലാണ് തുടങ്ങിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നിതേഷ് റാണയാണ് ഈ മൽഹാർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ പദ്ധതി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമാണ്. ഇത് മഹാരാഷ്ട്രയിലെ ഘാട്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു സംരംഭമാണ്. അവർ പറയുന്നത് ഹിന്ദുക്കൾക്ക് മാംസം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാനദണ്ഡമാണ്. അപ്പൊ ഹിന്ദുക്കളായ കച്ചവടക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കൂ. അപ്പം ഹിന്ദുക്കളായ ഉപഭോക്താക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് തങ്ങളത് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ഹലാലിനെ എതിർക്കാനാണ് ഈ മൽഹാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് സാരം. സത്യത്തിൽ എന്താണ് ഹലാൽ? ഹലാൽ എന്ന് പറയുന്നത് 1919 തന്നെ തുടങ്ങിയതാണ്. പക്ഷെ സമീപകാലത്താണ് അത് വളരെ ശക്തിപ്പെട്ടത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സർക്കാർ തന്നെ ഭക്ഷ്യവസ്തുക്കൾക്കും മറ്റു വസ്തുക്കൾക്കും തന്നെ സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് സർക്കാർ സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. അങ്ങനെ സർക്കാരിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള സമയത്ത് തന്നെ സന്നദ്ധ സംഘടനകൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾക്കോ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരമുണ്ടോ എന്ന ഒരു ചോദ്യം, അത് നിയമപരമായ ചോദ്യമാണ്, സാങ്കേതികമായ ചോദ്യമാണ്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പം സത്യത്തിൽ ഈ ഹലാലിന് നിയമപരമായ അംഗീകാരമില്ല. അങ്ങനെ നിയമപരമായ അംഗീകാരമില്ലാത്ത ഇല്ലീഗലായ ഒരു സംഭവമാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ എന്നത്. ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തുന്നത് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനമാണ്. അതായത് ജമായത്തെ ഉലമ ഹിന്ദിന്റെ ഹലാൽ ട്രസ്റ്റ് ആണ് ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആ വസ്തുവിന് ഒരു പ്രോഡക്റ്റിന് ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തണമെങ്കിൽ 60,000 രൂപ നൽകണം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ കമ്പനി 10 പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ അവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഈ സർട്ടിഫൈ ചെയ്യുന്ന ഹലാൽ പ്രോഡക്റ്റുകളെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള വിദഗ്ധർ ഈ സ്ഥാപനങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കാര്യം സംശയമാണ്. അങ്ങനെ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളെ പഠിക്കാനും പരിശോധിക്കാനും കഴിവുള്ള ആളുകളല്ല ഈ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇതേ സമയത്ത് തന്നെ ഔദ്യോഗികമായിട്ട് നിയമപരമായിട്ട് സർക്കാർ തന്നെ അനേകം സർട്ടിഫിക്കേഷനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അക്മാർക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ BIS സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI, ഇവരാണ് ഭക്ഷ്യവസ്തുക്കൾക്കുള്ള ഇന്ത്യയിലെ സർക്കാരിന്റെ ഔദ്യോഗികമായ അംഗീകാരം നൽകുന്ന സംഘടന. ഇവർക്ക് അനേകം റിസർച്ച് ലാബറട്ടറികളൊക്കെ തന്നെയുണ്ട്. ഇതിലൂടെ പരിശോധിച്ച ശേഷമാണ് ഉൽപ്പന്നങ്ങൾക്ക് FSSAI അംഗീകാരം കൊടുക്കുന്നത്. കാർഷിക മേഖലയിലെ വസ്തുക്കൾക്ക് അക്മാർക്കിന്റെ പരിശോധനയും സർട്ടിഫിക്കേഷൻ നൽകുന്നു. അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾക്ക് FSSAIയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നു, BIS സർട്ടിഫിക്കറ്റ് നൽകുന്നു. അങ്ങനെ സർക്കാരിന്റെ ഔദ്യോഗികമായ സർട്ടിഫിക്കേഷൻ ഉള്ള സമയത്താണ് ഇതിനെ മറികടന്നുകൊണ്ട് സ്വകാര്യ ഏജൻസികൾ സർട്ടിഫിക്കേഷനുമായിട്ട് വരുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മതപരമായ ജനങ്ങളുടെ വികാരത്തെ വ്യാവസായികമായി അല്ലെങ്കിൽ വ്യാപാര കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് സംബന്ധിച്ച ഒരു കേസ് കോടതിയിൽ നടന്ന സമയത്ത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വസ്തുക്കൾ ഈ ഹലാൽ സർട്ടിഫിക്കറ്റിലൂടെയാണ് പോകുന്നത്. ഏതാണ്ട് 12% ഭക്ഷ്യ വസ്തുക്കളും മറ്റു വസ്തുക്കളൊക്കെ തന്നെയുള്ള വിൽപ്പനയിൽ 12% ഹലാൽ സർട്ടിഫിക്കേഷനിലൂടെയാണ് പോകുന്നത്. ഏതാണ്ട് 8,000 കോടി ഡോളറിന്റെ വിൽപ്പനയാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ അതുവഴി ഇവരെത്ര
പൈസയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവർ കോടതിയിൽ കൊടുത്തത് ഞങ്ങൾക്ക് 2.1 കോടി രൂപ മാത്രമാണ് ഒരു വർഷം കിട്ടുന്ന വരുമാനം. അതിൽ തന്നെ 54 ലക്ഷം രൂപ ഞങ്ങൾ ടാക്സ് ആയിട്ട് നൽകുന്നുണ്ട് എന്നാണ് ഇവർ കോടതിയിൽ കൊടുത്തത്. പക്ഷെ സത്യാവസ്ഥ അതൊന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ സർക്കാർ ഏജൻസികൾ ഉള്ള സമയത്ത് എന്തിനാണ് സ്വകാര്യ ഏജൻസികൾക്ക് ഈ ഭക്ഷ്യസാധനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ തന്നെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്? ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ മാംസ ആഹാരത്തിനാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെ മാംസാഹാരം, അത് ഹോസ്പിറ്റൽ, ഹോട്ടലുകൾ, അതിങ്ങനെ പതുക്കെ മറ്റ് ഉൽപ്പന്നങ്ങളിലേക്ക്, ലിപ്സ്റ്റിക്കുകൾക്ക് ഹലാലായി, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഹലാലായി, ബിസ്ക്കറ്റിന് ഹലാലായി, അങ്ങനെയുള്ള എല്ലാ മേഖലയിലെയും ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന പദ്ധതി തുടങ്ങിയിരിക്കണം. അപ്പൊ അതോടൊപ്പം തന്നെ വ്യാപകമായിട്ട് അതിനെതിരായിട്ടുള്ള എതിർപ്പുകളും വന്നു. കാരണം ഒരു ഭാഗത്ത് മതപരമായ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് കച്ചവടം നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുമുള്ള ഒരു വികാരം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഫുഡ് ഐറ്റത്തിനാണെങ്കിലും മിൽക്ക് പൗഡറിനാണെങ്കിലും കുടിക്കാനുള്ള വെള്ളത്തിനാണെങ്കിലൊക്കെ BIS സർട്ടിഫിക്കറ്റ് ആണ് സർക്കാരിൽ നിന്ന് പ്രൊഡ്യൂസിങ് കമ്പനികൾ ഉണ്ടാക്കേണ്ടത്. അതേപോലെ തന്നെ HACCP, ഹസാർഡസ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അവർ തന്നെ ISO സർട്ടിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി ഏജൻസികൾ, ഇങ്ങനെ സർക്കാരിന്റെ തന്നെ ഏജൻസികൾ ഉള്ള സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സന്നദ്ധ സംഘടനകൾക്ക് ഈ അനുവാദം കൊടുക്കുന്നത്? അല്ലെങ്കിൽ അനുവാദമില്ലാത്ത സന്നദ്ധ സംഘടനകളുടെ ഈ പ്രവർത്തനത്തെ എന്തുകൊണ്ടാണ് സർക്കാർ തടയാത്തത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ ഗൈഡ് ലൈൻസ് എക്സ്പോർട്ടിംഗ് സംബന്ധിച്ച്, ഹലാൽ സർട്ടിഫിക്കറ്റുള്ള സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ചും ഒരുപാട് നിർദ്ദേശങ്ങൾ, അതിന്റെ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, പാക്കേജിംഗ് എന്നത് സംബന്ധിച്ചൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ, ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യ അവരും തന്നെ ഈ നിർദ്ദേശങ്ങളൊക്കെ ഇറക്കിയിരുന്നു. എന്ത് തന്നെയാലും ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ഇല്ലീഗലായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് തടയാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പം ഈ സമയത്താണ് സർക്കാർ തന്നെ പറഞ്ഞത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ഓഫ് ബോഡീസ് എന്ന ആ സംഭവത്തിന്റെ അംഗീകാരമില്ലാത്ത ആളുകൾക്ക് സർട്ടിഫിക്കേഷനുള്ള അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ സ്വകാര്യ ഏജൻസികൾ ഈ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ മന്ത്രിയാണെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹം ഒരു ആളാണ് മന്ത്രി. അദ്ദേഹം തന്നെ ഹലാൽ സർട്ടിഫിക്കേഷനെ എതിർക്കാൻ വേണ്ടി മൽഹാർ സർട്ടിഫിക്കറ്റിനെ പിന്തുണയ്ക്കുന്നതിന് പകരം മഹാരാഷ്ട്ര സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിയമവിരുദ്ധമായ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ നിരോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് അതിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഹലാലിനെ എതിർക്കാൻ മൽഹാർ കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല എന്ന ഒരു വാദം കാര്യമായിട്ട് വരുന്നുണ്ട്. കാരണം നിയമപരമല്ലാത്ത രീതിയിലുള്ള യാതൊരു സർട്ടിഫിക്കേഷനും അംഗീകരിക്കേണ്ട കാര്യം സർക്കാരിനില്ല. അപ്പം അങ്ങനെ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ ഗവൺമെന്റ് ഔദ്യോഗികമായ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വസ്തുവും പ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കരുത്. അതേപോലെ തന്നെ ഗവൺമെന്റിൻ്റെതല്ലാത്ത രീതിയിൽ സ്വകാര്യ ഏജൻസികളെ സർട്ടിഫൈ ചെയ്യാനും അനുവദിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ അത് വേണമെങ്കിൽ കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഹലാലിന് പകരം മൽഹാർ കൊണ്ടുവരുന്നത് അനഭിലഷണീയമാണ് അല്ലെങ്കിൽ ഗുണകരമാവില്ല എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ ഉയരുന്നത്.